18 വർഷങ്ങൾക്ക് ശേഷം PSC നിയമന ഉത്തരവ്. പക്ഷേ ഉദ്യോഗാർത്ഥിക്ക് ഇതിനോടകം വിരമിക്കൽ പ്രായം പിന്നിട്ടു. അതിശയിപ്പിച്ച PSCയുടെ കെടുകാര്യസ്ഥത. കാളികാവ് അഞ്ചുചവടി പൂച്ചപ്പൊയിൽ സ്വദേശി മൂച്ചിക്കൽ അബ്ദുൽ മജീദാണ് PSCയുടെ നടപടിയിൽ ദുരിതത്തിലായത്. ഇത് തൃശൂർ PSCയിൽ നിന്ന് എനിക്ക് വന്ന അഡ്വൈസ് മെമ്മോ ആണ്. 2005 കാറ്റഗറി നമ്പർ 229 2005 ഈ ലിസ്റ്റ് നിലവിൽ വന്നത്. ആ നിലവിൽ വന്നതിന് ശേഷം 2008-09 തീയതികളിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞ് 3 കൊല്ലം ലിസ്റ്റിൻ്റെ കാലാവധി. ആ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഈ ലിസ്റ്റിൽ ഞങ്ങളെ ലിസ്റ്റ് വന്നപ്പോൾ 10 പോസ്റ്റ് ഉണ്ടായിരുന്നു. 10 പോസ്റ്റിൽ 5 പോസ്റ്റ് NCAക്ക് വേണ്ടി മറ്റ് അതർ കേസസിന് വേണ്ടി മാറ്റി വെച്ചിരുന്നു. നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് പകുതി പോസ്റ്റ് അവർക്ക് മാറ്റി വെക്കണമെന്നാണ്. അപ്പോൾ ആ മാറ്റിവെച്ച പോസ്റ്റിൽ നിന്ന് പിന്നെ ഒരു പോസ്റ്റ് NCAക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നു. ആ NCAക്ക് വേണ്ടി മാറ്റിവെച്ച പോസ്റ്റ് പല തവണകളിലായിട്ട് ആദ്യം OBCക്ക് വേണ്ടി NCA നടത്തി. ഒരു NCAക്ക് 3 മാസമാണ് കാലാവധി. അങ്ങനെ <2 എന്നാണ് അതിൻ്റെ റോളിലുള്ളത്. എന്നാൽ 2 തവണയെങ്കിലും നോട്ടിഫിക്കേഷൻ നടത്തുന്നതാണ്. ഇത് 3-4 നോട്ടിഫിക്കേഷനുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തി അതിൽ OBC എന്ന് പറഞ്ഞാൽ അതർ കേസസ്, മുസ്ലിം അല്ലാത്ത OBC, ഈഴവ, ധീവര എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു കാറ്റഗറിപ്പെട്ട OBCക്ക് വേണ്ടി ആ നോട്ടിഫിക്കേഷൻ നടത്തി. അതിൽ ആളില്ല എന്ന് വന്നപ്പോൾ അത് ഈഴവയിലേക്ക്, പ്രത്യേകിച്ച് ഈഴവയിലേക്ക് ഒന്നും കൂടെ നോട്ടിഫിക്കേഷൻ ചെയ്തു. അതിലും നോട്ടിഫിക്കേഷൻ ചെയ്തപ്പോൾ അതിലും ആൾ അവൈലബിൾ അല്ല, ഉദ്യോഗാർത്ഥികൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അത് മാതർ ലിസ്റ്റിലേക്ക് മടങ്ങി. സർക്കാർ ജോലി എന്ന സ്വപ്നത്തിനായി വർഷങ്ങളോളം കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് കാളികാവ് സ്വദേശി മൂച്ചിക്കൽ അബ്ദുൽ മജീദിന്റെ അനുഭവം. ഒരു സർക്കാർ ജോലിക്കായി പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥിക്ക് നിയമന ഉത്തരവെത്തിയത് 18 വർഷങ്ങൾക്ക് ശേഷമാണ്. എന്നാൽ അതിനിടെ അദ്ദേഹത്തിന് വിരമിക്കൽ പ്രായം പിന്നിട്ടിരുന്നു എന്നതാണ് സംഭവത്തിലെ ഏറ്റവും അതിശയകരമായ ഭാഗം. 2005 കാറ്റഗറി നമ്പർ 229/2005 പ്രകാരം പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് തസ്തികയിലേക്ക് അദ്ദേഹം പരീക്ഷ എഴുതി. തുടർന്ന് പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ ഇടം നേടിയെങ്കിലും നിയമന നടപടികൾ നീണ്ടുപോവുകയായിരുന്നു. 3 വർഷത്തെ കാലാവധിയോടെ പ്രവർത്തിച്ച റാങ്ക് ലിസ്റ്റ് 2008 കാലാഹരണപ്പെട്ടു. സാധാരണയായി റാങ്ക് പട്ടികയുടെ കാലാവധി കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകളും അവസാനിക്കാറാണ് പതിവ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഉദ്യോഗാർത്ഥികളുടെ അഭാവം മൂലം മുൻപ് മാറ്റിവെച്ചിരുന്ന ഒഴിവിലേക്ക് നിയമനം നടത്തുവാനുള്ള നടപടികളാണ് വീണ്ടും ആരംഭിച്ചത്. ഇതിനിടെയാണ് 2026 ഏപ്രിൽ 26 തൃശൂർ PSC ഓഫീസിൽ നിന്നും അബ്ദുൽ മജീദിന് അപ്രതീക്ഷിതമായി അഡ്വൈസ്ഡ് മെമ്മോ ലഭിക്കുന്നത്. 3 മാസത്തിനകം നിയമന ഉത്തരവുമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഔദ്യോഗിക രേഖകൾ പ്രകാരം അബ്ദുൽ മജീദിന് 60 വയസ്സ് പൂർത്തിയായിരിക്കുകയായിരുന്നു. 2010 തന്നെ നൽകേണ്ട നിയമന ഉത്തരവാണ് 2026 ലഭിച്ചതെന്നാണ് അബ്ദുൽ മജീദിന്റെ ആരോപണം. തസ്തിക വർഷങ്ങളോളം നികത്താതെ വച്ചതും നടപടികൾ അനാവശ്യമായി വൈകിപ്പിച്ചതുമാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അപ്പൊ 2005 വന്ന ലിസ്റ്റില് അതിന്റെ കാലാവധി കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ 18 കൊല്ലത്തിന് ശേഷമാണ് എനിക്ക് അഡ്വൈസ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ NCA നോട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം അവർ താമസിപ്പിച്ചു എന്നുള്ളതാണ്. മനഃപൂർവ്വം PSC ഇത് താമസിപ്പിച്ച് കൊണ്ടുപോയി. ഈ 18 കൊല്ലം കഴിഞ്ഞ് ഈ 2026 ഏപ്രിൽ 24 എനിക്ക് അഡ്വൈസ് അയക്കുന്നത്. എനിക്ക് 26 കയ്യിൽ കിട്ടി. അത്രയും കാലതാമസം എന്തുകൊണ്ട് നേരിട്ടു എന്ന് എനിക്കറിയില്ല. ഇത് PSCക്ക് അത് അവർക്ക് തന്നെ അറിയുള്ളൂ. കാരണം അവർ ഇത്രയും കാലം ഈ നീട്ടിവെച്ച് കൊണ്ടുപോയി നമ്മുടെ ജോലി സാധ്യത നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എനിക്ക് ഈ 60 വയസ്സായവർക്ക് എനിക്ക് ജോലി കിട്ടാൻ സാധ്യതയില്ലല്ലോ. സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്നാണ് നാട്ടുകാരും പറയുന്നത്. സംഭവത്തിൽ മറ്റൊരു കൗതുകകരമായ കാര്യവും അബ്ദുൽ മജീദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. SSLC ബുക്കിൽ ജനനതീയതി 1966 മെയ് 27 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ജനനതീയതി 1967 മെയ് 27 ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. രേഖയിലെ ഈ പിഴവ് തിരുത്താനായാൽ 1 വർഷമെങ്കിലും ജോലി ചെയ്യുവാൻ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇപ്പോൾ. ഇതിനായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ മുഖേന വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീന് നിവേദനവും നൽകിയിട്ടുണ്ട്. മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു പരാതി അയക്കാൻ പോവാണ്. അതുപോലെ വേണമെങ്കിൽ ഉപഭോക്തൃ കോടതിയിൽ ഒരു പെറ്റീഷനും കൊടുക്കും. അനാസ്ഥ കൊണ്ടാണ് എനിക്കത് കിട്ടാതെ പോയത്. ഒന്നുകിൽ കോമ്പൻസേഷൻ നൽകണം. ഈ 2022 നിയമിക്കായിരുന്നല്ലോ. 22 മുതൽ ഇത്രയും ദിവസം എനിക്ക് എൻ്റെ ഞങ്ങളെ പോസ്റ്റിലേക്ക് വന്നത് അഡ്വൈസ് ചെയ്യാതെന്നല്ലേ.
അപ്പോൾ ആ ഒരു 4 കൊല്ലം എനിക്ക് കിട്ടുമായിരുന്നല്ലോ. വിഷയത്തിൽ മാനുഷിക പരിഗണന വേണം എന്നാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യം. അബ്ദുൽ മജീദ് മുൻപ് വണ്ടൂരിലെ വനിതാ ഇസ്ലാമിക് കോളേജിൽ അറബിക് അധ്യാപകനായും സേവനം അനുഷ്ഠിച്ചിരുന്നു. മറ്റൊരു റാങ്ക് പട്ടികയിലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നെങ്കിലും പ്രൊട്ടക്ഷൻ അധ്യാപകർക്ക് മുൻഗണന നൽകേണ്ടി വന്നതോടെ ആ നിയമനവും നടക്കാതെ പോയി. ജീവിതത്തിന്റെ വലിയൊരു കാലയളവ് സർക്കാർ ജോലി എന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ഒരാൾക്ക് ഒടുവിൽ ലഭിച്ചത് നിയമന ഉത്തരവാണെങ്കിലും അതിനൊപ്പം എത്തിയിരിക്കുന്നത് വലിയ നിരാശയാണ്. PSCയുടെ നടപടിക്രമങ്ങളിലെ വീഴ്ചകളും നിയമനങ്ങളിലെ അമിത കാലതാമസവും വീണ്ടും ചർച്ചയാകുന്ന സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. SS Gold, pure gold. SS Group, Nilambur.